കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡി 29 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. മരോട്ടിച്ചാലിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ വനാതിർത്തി പങ്കിടുന്ന കൃഷിയിടങ്ങളിൽ സൌരോർജ്ജ വേലി നിർമ്മിക്കാൻ അനുമതി. പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ വനംവകുപ്പ് ഹൈക്കോടതിയിൽ നൽകിയത് തെറ്റായ റിപ്പോർട്ടെന്ന് പാറമേക്കാവ് ദേവസ്വം. റിപ്പോർട്ട് നൽകിയത് പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. കുന്നംകുളത്ത് രോഗിയുമായി പോയിരുന്ന ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. അപകടമുണ്ടായത് അശ്രദ്ധ മൂലം. ടോൾ പ്ലാസയിൽ അപകടങ്ങൾ തുടർക്കഥ. നമസ്കാരം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിനെയും പ്രതി ചേർത്ത് സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 29.29 കോടിയുടെ പാർട്ടി സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. പാർട്ടിയുടെ 8 ബാങ്ക് അക്കൌണ്ടുകളും 73,63,000 രൂപയുടെ സ്വത്തുവകകളും കണ്ടുകെട്ടിയിട്ടുണ്ട്. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ പേരിലുള്ള പാർട്ടി കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ സ്ഥലവും കണ്ടുകെട്ടിയതിൽപ്പെടുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സിപിഎം തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും പങ്കാളിത്തവും ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ഇഡി കടന്നത്. കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇഡി നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്ത് നടത്തിയ തട്ടിപ്പാണെന്നും ഇഡി കോടതിയിൽ പറഞ്ഞിരുന്നു. ഇഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലായിരുന്നു വിശദീകരണം. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒരു പാർട്ടി നേതൃത്വം മുഴുവൻ പ്രതിക്കൂട്ടിലാകുന്നത്. ആയിരക്കണക്കിന് സാധാരണക്കാരായ നിക്ഷേപകരെയാണ് സിപിഎം നേതാക്കൾ കൊള്ളയടിച്ചത്. കരുവന്നൂരിലെ തട്ടിപ്പ് പണം കൈപ്പറ്റിയെന്ന് ഇഡി കണ്ടെത്തിയ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകേണ്ട ഉത്തരവാദിത്തം സിപിഎം ഏറ്റെടുക്കണം. കേസന്വേഷണം ബിജെപി സിപിഎം ഒത്തുകളിയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം വസ്തുതകൾ പുറത്തുവരുമ്പോൾ മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അനീഷ് കുമാർ ചോദിച്ചു. മരോട്ടിച്ചാലിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാന ഇറങ്ങി. ചുള്ളിക്കാവ് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ നേന്ത്രവാഴ കൃഷി നശിപ്പിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരുന്ന 150ഓളം കുലച്ച നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. മംഗലത്ത് വേലായുധൻ നായരുടെ കൃഷിയിടത്തിലെ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത്. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസവും ചീരക്കുണ്ട് ഭാഗത്ത് കാട്ടാനക്കൂട്ടം നേന്ത്രവാഴകൾ നശിപ്പിച്ചിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ ആശങ്കയിലാണ് കർഷകർ. ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും വനംവകുപ്പ് ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ വനാതിർത്തി പങ്കിടുന്ന കൃഷിയിടങ്ങളിൽ സൌരോർജ്ജ വേലി നിർമ്മിക്കാൻ അനുമതിയായി. 84.95 കിലോമീറ്റർ ദൈർഘ്യത്തിൽ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ 2.19 കോടിയുടെ പദ്ധതിക്കാണ് അനുമതി ലഭിച്ചത്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സമർപ്പിച്ച പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ചത്. കൃഷി വനം വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയാണ് പദ്ധതി നടപ്പിലാക്കുക. പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ വനം വകുപ്പ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തൃശൂർ പൂരത്തിന് ആനകളെ പരിശോധിക്കുന്നത് പാറമേക്കാവ് ദേവസ്വം തടസ്സപ്പെടുത്തിയെന്നും പരിശോധനയോട് സഹകരിച്ചില്ലെന്നും പറഞ്ഞാണ് വനംവകുപ്പ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ദേവസ്വം ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ദേവസ്വം സെക്രട്ടറി വനംവകുപ്പിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചത്. വനംവകുപ്പും ജില്ലാ ഭരണകൂടവും രേഖാമൂലം നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും ദേവസ്വം പാലിച്ചിട്ടുണ്ട്. കോമ്പൌണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള 200ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഈ ദൃശ്യങ്ങളെല്ലാം ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. അത് ടോട്ടലി ഫോൾസ് ആണ്. അതിൽ എഴുതിയിട്ടുള്ളത് മുഴുവൻ
കള്ളവും കെട്ടിച്ചമഞ്ഞതും മനഃപൂർവ്വം പാറമേക്കാവ് ദേവസ്വത്തിനെയും എന്നെയും സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ജി രാജേഷ് എന്ന എന്നെയും കരിവാരി തേച്ച് മെലൈൻ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണ്. ഇത്ര ചിട്ടയോടുകൂടി നടത്തുന്ന ഒരു പൂരം ഇല്ല. മാത്രമല്ല അതിലും പാറമേക്കാവ് ദേവസ്വം എന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഇത്ര വലിയൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഫെസ്റ്റിവൽ കമ്മിറ്റി തന്നെ ഏതാണ്ട് 1500 ആൾക്കാർ വരുന്നൊരു ഫെസ്റ്റിവൽ കമ്മിറ്റിയുണ്ട്. പൊതുവെ ഒരു സംശയമുണ്ട് തൃശ്ശൂർ പൂരത്തിനെ തകർക്കാൻ പലരും കളിക്കുന്നുണ്ടെന്ന്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിലെ ചില ഹിന്ദു ഐക്യവേദിയും മറ്റു സംഘടനകളും കൂടിയിട്ട് ഇതിനെ പരിശോധിച്ച് ഇത് എന്തിനാണ് ഇതിങ്ങനെ നടക്കണേ എന്നുള്ളതിന് ജസ്റ്റിസ് PN രവീന്ദ്രനെ ഇതിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അതിൻ്റെ സിറ്റിംഗ് 1-2 സിറ്റിംഗ് കഴിഞ്ഞു ഇവിടെ. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും കത്ത് നൽകുമെന്നും വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സെക്രട്ടറി ജി രാജേഷ് അറിയിച്ചു. കുന്നംകുളത്ത് രോഗിയുമായി പോയിരുന്ന ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. രോഗി മരിച്ചു. ആംബുലൻസ് ഡ്രൈവർക്കും ഓട്ടോ ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു. അഗതിയൂർ സ്വദേശി 65 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. അഗതിയൂരിൽ നിന്ന് കുന്നംകുളത്തെ ആശുപത്രിയിലേക്ക് അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് വരുന്നത് കണ്ടിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർ നടുറോഡിൽ യു-ടേൺ തിരിച്ചതോടെ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃക്കൂർ പള്ളിയറ തോണിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകൻ 37 വയസ്സുള്ള അമ്പാടിയാണ് മരിച്ചത്. ഈ മാസം 9-ന് കോനിക്കരയിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കണ്ടശാങ്കടവ് സ്വദേശി താണിപ്പാടത്ത് വീട്ടിൽ കുട്ടൻ മകൻ വിജീഷാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജൂൺ 17-ന് രാത്രി കാഞ്ഞാണി മൂന്നുംകൂടിയ ജംഗ്ഷന് സമീപമുണ്ടായ അപകടത്തിൽ കണ്ടശാങ്കടവ് സ്വദേശി ചുങ്കത്ത് വള്ളിയിൽ ജിനോ ജോൺസൺ മരിച്ചിരുന്നു. ഒപ്പം സഞ്ചരിച്ചിരുന്ന സുഹൃത്ത് അഗസ്റ്റിൻ ജോണി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. ഒഴിവായത് വൻ ദുരന്തം. കാറിനെയും കൊണ്ട് ലോറി മീറ്ററുകളോളം നീങ്ങി. ഫാസ്ടാഗിൽ പണമില്ലാത്തതിനാൽ ടോറസ് ലോറി ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ടോൾ ബൂത്തിൽ നിന്നും പിറകോട്ടെടുത്തതാണ് അപകട കാരണം. ടോറസ് ലോറിയുടെ പുറകിലുണ്ടായിരുന്ന കാർ ലോറിക്കടിയിൽപ്പെട്ടു. കാർ യാത്രക്കാർ നിർത്താതെ ഹോൺ മുഴക്കിയിട്ടും ലോറി ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നില്ല. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമാനമായ മറ്റൊരു സംഭവവും വ്യാഴാഴ്ച ഉണ്ടായതായി ടോൾ പ്ലാസ ജീവനക്കാർ പറഞ്ഞു. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും വേർപെട്ടു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്ന് വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായതിനാൽ അപകടം ഒഴിവായി. ബോഗികൾ വേർപെട്ടത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ വ്യക്തമാക്കി. ഒരു ശബ്ദം വരികയും പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ ബോഗി കുറച്ച് എഞ്ചിൻ റൂം കുറച്ച് മുന്നോട്ട് പോയി. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. ആകെ പേടിച്ച് വന്ന് നോക്കുമ്പോൾ ആരുമില്ല. അവരങ്ങോട്ട് പോയി. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇത് ആകെ വിട്ടുകിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇറങ്ങി ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം പെട്ടെന്ന് തന്നെ എത്തി. കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമായി. പക്ഷേ ട്രെയിൻ ഇപ്പോഴും ഡിലേ ആയിട്ടാണ് എടുക്കുന്നത്. അവർ എറണാകുളത്ത് നിന്ന് എടുക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. എന്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്യാതിരുന്നു എന്ന് അറിയത്തില്ല. വേറെ മെല്ലെ ആയ കാരണമാണ് അത്ര പ്രോബ്ലം ഉണ്ടാകാതിരുന്നത്. ഇത് പക്ഷേ സ്പീഡിലായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നത്. തലനാരിക്ക് രക്ഷപ്പെട്ടതാണ്. എറണാകുളത്തിനും വള്ളത്തോൾ നഗറിനുമിടയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഒരുങ്ങുന്നു. റെയിൽ വികാസ് നിഗവും കെ റെയിലും ചേർന്നുള്ള സംരംഭത്തിന് ഇത് സംബന്ധിച്ച് കരാർ ലഭിച്ചു. 156 കോടി 47 ലക്ഷം രൂപയ്ക്കാണ് കരാർ. 780 ദിവസമാണ് കരാർ കാലാവധി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ സംവിധാനം ഒരുങ്ങുന്നത്. ഭാര്യ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ യുവാവിന് ജീവപര്യന്തം കഠിന തടവും 500,000 രൂപ പിഴയും വിധിച്ചു.
പാലക്കൽ തോട്ടുങ്കര പുത്തൻവീട്ടിൽ പ്രദീപ് കുമാർ എന്ന മണികണ്ഠനെയാണ് തൃശൂർ 4ാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് KV രജനീഷ് ശിക്ഷിച്ചത്. 2012 നവംബറിലായിരുന്നു സംഭവം. റേഷൻ കാർഡ് ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യം മൂലം ഭാര്യാമാതാവായ ശാന്തയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സോളി ജോസഫ്, അഡ്വക്കേറ്റ് ഹണി ചരുവിൽ തുടങ്ങിയവർ ഹാജരായി. വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തി ദേഹോപദ്രവമേൽപ്പിച്ച് പണം തട്ടിയെടുത്ത 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൈക്കാട്ടുശ്ശേരി സ്വദേശി പുതുവീട്ടിൽ ഷൈജു, അമ്മാടം സ്വദേശി മുട്ടത്തുവീട്ടിൽ സജേഷ് എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 24-നാണ് സംഭവം. ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകാൻ 2.5 ലക്ഷം രൂപ അഡ്വാൻസ് നൽകാമെന്ന് പറഞ്ഞാണ് നന്ദിപുലം സ്വദേശിയായ പരാതിക്കാരനെ പ്രതികൾ വിളിച്ചുവരുത്തിയത്. തുടർന്ന് ബലമായി 1,30,000 രൂപ വില വരുന്ന 3 മൊബൈൽ ഫോണുകളും ATM കാർഡും പ്രതികൾ കൈവശപ്പെടുത്തുകയും വിവിധ ബാങ്ക് രേഖകൾ ഒപ്പിട്ട് വാങ്ങുകയും പരാതിക്കാരന്റെ കാർ തട്ടിയെടുക്കുകയും നഗ്നനാക്കി നിർത്തി ഫോട്ടോയെടുത്തുമെന്നാണ് പരാതി. SIമാരായ KC ബൈജു, പോൾസൺ, ആമോദ് തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ കോർപ്പറേഷനിലെ കെട്ടിട നികുതി യഥാസമയം വാങ്ങാത്തതിലെ പിഴയും പലിശയും ഒഴിവാക്കണമെന്നും വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ട അധിക സമയം നീട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ ഉപനേതാവ് EV സുനിൽ രാജ് കത്ത് നൽകി. കേസ്മാർട്ടിൽ അപാകതകൾ കൊണ്ട് രേഖകൾ മാറിക്കിടക്കുന്നതിനാലും കെട്ടിട രേഖകൾ ഇല്ലാത്തതുകൊണ്ടും നികുതി അടയ്ക്കുവാൻ കഴിയാതെ ജനം വട്ടം തിരിയുകയാണെന്ന് EV സുനിൽ രാജ് ആരോപിച്ചു. വ്യാപാര ലൈസൻസ് പുതുക്കുവാൻ സർക്കാർ നൽകിയ സമയം ജൂൺ 30-ന് കഴിയുകയാണ്. ഇപ്പോഴും 40%-ലധികം വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ സർക്കാർ സമയം നീട്ടി നൽകിയില്ലെങ്കിൽ ജൂലൈ 1 മുതൽ ലൈസൻസ് പുതുക്കുവാൻ വ്യാപാരികൾക്ക് വലിയ പിഴ അടയ്ക്കേണ്ടി വരും. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകിയത്. നികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ കോൺഗ്രസ് കൌൺസിലർമാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. തനിക്കെതിരെ തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചത് ഹൈറിച്ച് മണി ചെയിൻ കമ്പനിയെന്ന് കോൺഗ്രസ് നേതാവ് അനിലക്കര. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഈ മാസം 18-നാണ് പ്രസ് ക്ലബിന് മുന്നിൽ തനിക്കും മുൻ MP TN പ്രതാപനെതിരെയും സ്കൂട്ടറിലെത്തിയ ആൾ പോസ്റ്റർ ഒട്ടിച്ചതെന്ന് അനിലക്കര കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കി. ജില്ലാ ആസ്ഥാനമായുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന മണി ചെയിൻ സ്ഥാപനത്തിനെതിരെ താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് EDയുടെയും CBIയുടെയും അന്വേഷണം നടക്കുന്നതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. തനിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ നിയമപരമായി നേരിടുമെന്നും അനിലക്കര പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ പള്ളിയുടെ കൊടിമര നിർമ്മാണത്തിനിടെ താഴെ വീണ് 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ചാലക്കുടി തത്തുപറ വീട്ടിൽ പ്രദീപ്, ഉത്തർപ്രദേശ് സ്വദേശി ഉദയ് ശങ്കർ റാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ശൃംഗപുരം സെന്റ് മേരീസ് ദേവാലയത്തിലായിരുന്നു സംഭവം. പുതിയ കൊടിമരം നിർമ്മിക്കുന്നതിനായി ഉയരത്തിൽ കെട്ടിയ സ്കഫോൾഡ് ഒടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. അതീവ ഗുരുതരമായി പരിക്കേറ്റ ഉദയ് ശങ്കർ റാം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദീപിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് മുനക്കക്കടവിൽ തുടർച്ചയായ 3ാം ദിനവും കടൽക്ഷോഭം. കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്നത് തടയാൻ JCB ഉപയോഗിച്ച് മണൽത്തിട്ട കൂട്ടിയിട്ടിരുന്നു. എന്നാൽ കടൽ ക്ഷോഭിച്ചതോടെ കൂട്ടിയിട്ട മണൽ ഒലിച്ചുപോയി. ഇതോടെ വീടുകളിലേക്ക് കടൽവെള്ളം അടിച്ചു കയറാൻ തുടങ്ങി. അഴിമുഖം വാർഡിലാണ് വീടുകളിലേക്ക് വീണ്ടും വെള്ളം കയറിയത്. കടൽക്ഷോഭത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചിരുന്നു. തുടർന്ന് തഹസിൽദാർ സംഭവസ്ഥലം സന്ദർശിച്ച് താൽക്കാലികമായി മണൽത്തിട്ട നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പാവറട്ടിയിൽ മാലിന്യം ശുദ്ധജല തടാകത്തിൽ നിക്ഷേപിക്കാൻ പഞ്ചായത്തിന്റെ ശ്രമം തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ. പാവറട്ടി സെന്ററിൽ പാലുവായി ജംഗ്ഷന് സമീപം ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ള മിനി MCFന് ചുറ്റും മാലിന്യച്ചാക്കുകൾ കുന്നുകൂടി ദുർഗന്ധം വമിക്കുന്നത് പരിസരവാസികൾക്കും യാത്രക്കാർക്കും ദുരിതമാവുകയാണ്. ഈ മാലിന്യങ്ങളാണ് തൊട്ടടുത്തുള്ള ശുദ്ധജല തടാകമായ ഓറാംകുളത്തിൽ നിക്ഷേപിക്കാൻ പഞ്ചായത്ത് ശ്രമം നടത്തിയത്. ജനങ്ങൾ തിങ്ങി താമസിക്കുന്നതും ഭക്ഷണ നിർമ്മാണ സ്ഥാപനം പ്രവർത്തിക്കുന്നതിനും തൊട്ടടുത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ പഞ്ചായത്തിൽ നിന്നെത്തിയ ജോലിക്കാർ മാലിന്യം നീക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്മാറി. പിന്നീട് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീനയും
മറ്റ് ജനപ്രതിനിധികളും പരിസരവാസികളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പ്രദേശവാസികൾ സമ്മതിച്ചില്ല. മാലിന്യങ്ങൾ തരംതിരിച്ച് നീക്കം ചെയ്യാനെത്തിയ തൊഴിലാളികളെ ചിലർ മനഃപൂർവ്വം തടയുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നമുക്ക് ഒരു മനുഷ്യർക്ക് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത സാധനങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ അത് വൃത്തിയാക്കേണ്ട സാധനങ്ങൾ നേരെ കൊടുന്നിട്ടിട്ടുള്ളത് പഞ്ചായത്തിൽ ഈ ഒരു മിനി MCFന്റെ അടുത്താണ്. ഇത് മിനി MCFിൽ വെച്ചിരുന്ന അവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇട്ടപ്പോൾ അത് ഇന്നൊരു പണിക്കാരെ കൊണ്ട് വൃത്തിയാക്കാൻ നോക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ അത് തടഞ്ഞു. അത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇത് ഒഴിവാക്കിയിട്ട് ഇത് ഇവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും സഹകരിച്ചാലേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇതിൽ ഡൈപ്പറാണ്, അതുപോലെ സ്നാക്ക് പോലുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആർക്കായാലും ഇത് കിടന്ന് ചീഞ്ഞാർക്കും ഇത് തൊടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് ക്ലിയർ ആക്കാൻ ഇന്നിവിടെ കുറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സമരവും കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള കേന്ദ്രത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങളും ഡയപ്പറുകളും മറ്റും ജനങ്ങൾ നിക്ഷേപിച്ചതാണ് പ്രശ്നമായത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും എത്രയും വേഗം മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ, പഞ്ചായത്ത് അംഗം ജെറോം ബാബു എന്നിവർ പറഞ്ഞു. ഇത് ഹരിതകർമ്മസേനയെ കുറ്റം പറയാൻ പറ്റില്ല. അവർ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ കൃത്യമായിട്ട് അവർ ശേഖരിക്കുകയും കയറ്റി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും കുന്നുകൂടി കിടക്കുന്ന ഹരിതകർമ്മസേനയിലല്ലാത്ത ആളുകൾ കൊണ്ടുവന്നിടുന്ന മാലിന്യങ്ങൾ അത് തടയാനും അതോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. അതിൽ നിന്ന് കൈ കഴുകിക്കൊണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ഒരു തരത്തിലും പഞ്ചായത്ത് അധികാരികൾക്ക് അവകാശമില്ല. അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത് പഞ്ചായത്ത് അധികാരികളാണ്. ഗതാഗതക്കുരുക്കിനും വെള്ളക്കെട്ടിനും പുറമെ മാലിന്യ കൂമ്പാരങ്ങളും പാവർട്ടിയിലെത്തുന്ന ജനങ്ങൾക്ക് ദുരിതമായി മാറുകയാണ്. അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പാവറട്ടി. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലംഘിച്ച് മുനയ്ക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ചു. കടലിൽ കുടുങ്ങിയ വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ ചേറ്റുവ വടക്ക് പടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ ചാവക്കാട് തിരുവത്ര സ്വദേശി അലി അഹമ്മദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള റോയൽ എന്ന വള്ളവും 40 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ, VN ഷിനിൽ കുമാർ, ഷൈബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്കൂട്ടറിൽ കാർ ഇടിച്ച് അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പോർക്കളങ്ങാട് സ്വദേശി പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ താഹിറിനാണ് പരിക്കേറ്റത്. കേച്ചേരി ഭാഗത്തേക്ക് പോകുന്നതിനായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കേച്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടറിനും കാറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ബേക്കറി ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ചന്തപ്പുരയിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വിംബീസ് ബേക്കറിയിലെ സപ്ലയർ എടമുട്ടം സ്വദേശി കാക്കപ്പറമ്പിൽ സുജേഷിനെയാണ് ആക്രമിച്ചത്. ബേക്കറിയിലെത്തിയ 2 യുവാക്കൾ സുജേഷിനെ വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് സാരമായി പരിക്കേറ്റ സുജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കെ രാധാകൃഷ്ണനെ CPM ലോക്സഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പാർട്ടി തീരുമാനം അറിയിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. രാധാകൃഷ്ണനടക്കം 4 MPമാരാണ് ലോക്സഭയിൽ CPMനുള്ളത്. ആലത്തൂരിൽ സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെതിരെ 20,143 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു രാധാകൃഷ്ണന്റെ വിജയം. 14 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ മധ്യവയസ്കന് 3 വർഷം തടവും 20,000 രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം കോടത്തൂർ വീട്ടിൽ ദിവാകരനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. 2023 കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് രാത്രി കൂട്ടിക്കൊണ്ടുവരാൻ കുട്ടി പോകുന്ന സമയത്ത് യൂണിയൻ ജോലിക്കാരനായ പ്രതി കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്.
ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്ര ക്ഷേമനിധി പദ്ധതി നടപ്പിലാക്കുക, ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾക്കെതിരെ അനധികൃതമായി കേസെടുക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ധർണ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സാജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CL സാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം APK ജസ്റ്റിൻ, ആഷിഖ്, നാസർ, വോയ്സ് സജീവ്, ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ 5 വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. ജൂലൈ മാസത്തെ റേഷൻ വിതരണം 8-ാം തീയതി മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിനായി റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിരുന്ന ജൂലൈ 1 അവധി 6 മാറ്റിയിട്ടുണ്ട്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പുക്കാവ് PWD ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അവണൂർ മണ്ഡലം പ്രസിഡന്റ് PV ബിജു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, മുൻ മണ്ഡലം പ്രസിഡന്റും വാർഡ് അംഗങ്ങളായ സുരേഷ് അവണൂർ, AG നാരായണൻ, VV അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പുഴയ്ക്കൽ ബ്ലോക്ക് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കോൺഗ്രസ് പരാതി നൽകി. നിറഞ്ഞൊഴുകി മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം, സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി വനംവകുപ്പ്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മരോട്ടിച്ചാൽ ഓലക്കയം വെള്ളച്ചാട്ടമാണ് മഴ കനത്തതോടെ നിറഞ്ഞൊഴുകുന്നത്. വെള്ളച്ചാട്ടം അതിമനോഹരമായതോടെ സന്ദർശകരുടെ എണ്ണവും കൂടി. എന്നാൽ അപകട സാധ്യത മുന്നിൽ കണ്ട് സന്ദർശകരുടെ പ്രവേശനം കർശനമായി തടയുകയാണ് വനംവകുപ്പ്. പുറമേ നിന്ന് വരുന്നവർക്ക് വെള്ളച്ചാട്ടത്തിന്റെ അപകടാവസ്ഥ മുൻകൂട്ടി അറിയാൻ കഴിയില്ല. ഇക്കാരണത്താൽ വെള്ളത്തിലിറങ്ങുന്നവർ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് വനംവകുപ്പ് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 2 യുവാക്കൾ വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ചിരുന്നു. ഇതിനു പുറമെ 2 യുവാക്കൾ കാട്ടിൽ വഴിതെറ്റി 2 ദിവസം അകപ്പെട്ടതും സ്ഥലപരിചയക്കുറവ് മൂലമുണ്ടായ സംഭവങ്ങളാണ്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിൽ വനംവകുപ്പിന്റെ അതിർത്തി മുതൽ വേലികെട്ടി അടച്ച സന്ദർശകരെ തടയുന്നത്. പല ഭാഗത്തു നിന്നും എത്തുന്ന സന്ദർശകർ ഇതോടെ വെള്ളച്ചാട്ടം കാണാൻ കഴിയാതെ മടങ്ങുകയാണ്. അതിക്രമിച്ചു കടന്നാൽ അവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെള്ളച്ചാട്ടം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാൻ സർക്കാരുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത് പൂർത്തീകരിച്ചാൽ സുരക്ഷാ സംവിധാനമൊരുക്കി വെള്ളച്ചാട്ടം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോഷണം. കുട്ടികളുടെ വാർഡിൽ ഉറങ്ങിക്കിടന്നിരുന്ന 1.5 വയസ്സുകാരിയുടെ കഴുത്തിലെ 2 പവന്റെ സ്വർണമാലയാണ് മോഷണം പോയത്. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കയ്പമംഗലം സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പണിക്കവീട്ടിൽ ഇജാസിനെയാണ് 1 വർഷത്തേക്ക് ജയിലിലടച്ചത്. കയ്പമംഗലം മതിലകം പോലീസ് സ്റ്റേഷനുകളിലായി 13 കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്. 3 പിടികയിൽ പടക്കക്കടയിൽ നടന്ന കത്തിക്കുത്ത് കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ വരവെയാണ് ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6595 രൂപ, പവന് 52,760 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3643 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ED. 29 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്.
മരോട്ടിച്ചാലിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ വനാതിർത്തി പങ്കിടുന്ന കൃഷിയിടങ്ങളിൽ സൌരോർജ്ജ വേലി നിർമ്മിക്കാൻ അനുമതി. പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ വനംവകുപ്പ് ഹൈക്കോടതിയിൽ നൽകിയത് തെറ്റായ റിപ്പോർട്ടെന്ന് പാറമേക്കാവ് ദേവസ്വം. റിപ്പോർട്ട് നൽകിയത് പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. കുന്നംകുളത്ത് രോഗിയുമായി പോയിരുന്ന ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു. പാലിക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. അപകടമുണ്ടായത് അശ്രദ്ധ മൂലം. ടോൾ പ്ലാസയിൽ അപകടങ്ങൾ തുടർക്കഥ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.